ഹായ് മക്കളെ, ഫിസിക്സിന്റെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ ഇട്ടു. ആ പോളിനകത്ത് മെജോറിറ്റി മക്കളും ജസ്റ്റ് കമന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് പോൾ ചെയ്തിരിക്കുന്നത് പരീക്ഷ പാടായിരുന്നു, ഡിഫിക്കൽട്ട് ആയിരുന്നു. അടുത്ത കാറ്റഗറി കുഴപ്പമില്ല എന്ന കാറ്റഗറിയാണ്. ഏറ്റവും കുറവ് മാത്രമാണ് പരീക്ഷ എളുപ്പമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഒന്നുമല്ല, നമ്മളെപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേ ക്വസ്റ്റ്യൻസ് അതേപോലെ ചോദിച്ചില്ല, അതുകൊണ്ടാണ് കുട്ടികൾക്ക് ആ ഒരു അഭിപ്രായം വന്നത്. പിന്നെ ഡെറിവേഷൻസിന്റെ കാര്യം അത് തന്നെയാണ്. അതായത് നമ്മൾ ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ എടുത്ത് വെച്ചാൽ ഡയമെൻഷണൽ കറക്റ്റ്നസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്ന പോലെ ചോദ്യം അത് ചോദിച്ചില്ല. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാങ്കിങ് ഓഫ് ഫ്രോഡ് ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് ഓഫ് മോഷൻ അത് ചോദിച്ചില്ല. അതുപോലെ തന്നെ അങ്ങനെ ഓരോന്ന് നമുക്ക് സ്പെസിഫൈ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഫ്ലൂയിഡ്സിനകത്തുള്ള ചോദ്യം അതില്ല. അതുപോലെ തന്നെ ഓസിലേഷൻസ് ആണെങ്കിൽ ടൈം പീരീഡ്, അങ്ങനെ കുറെ സെർട്ടൈൻ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പല മക്കളും പരീക്ഷ ബുദ്ധിമുട്ടാണ്. കാരണം അവർ എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് കോണ്ടന്റിൽ ഊന്നിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഒരു ആവറേജ് ലെവൽ, ഒത്തിരി ടഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കോണ്ടന്റിൽ ഊന്നി പഠിക്കാത്തൊരു കുട്ടിക്ക് മേ ബി ചിലപ്പോൾ പ്രയാസമായ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് കാണാം. നമുക്ക് എല്ലാവരും മനസ്സിലാക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നം നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാം. പക്ഷേ നമ്മളിവിടെ നോക്കാൻ പോകുന്ന കൃത്യമായ ആൻസർ കീ ആണ്. സൈലത്തിന്റെ ലൈവ് കണ്ടൊരു കുട്ടിക്ക്, ഈ കഴിഞ്ഞ 4 ദിവസം എഫേർട്ട് ഇട്ട് രാവും പകലും ഇല്ലാതെ പഠിച്ചൊരു കുട്ടിക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാൻ സാധിക്കും, എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന കാര്യം നമ്മൾ അനലൈസ് ചെയ്യാണ്. ഇതൊരിക്കലും നിങ്ങളെ ഭയപ്പെടുത്താനല്ല, നിങ്ങളെ പേടിപ്പിക്കാനല്ല. കാരണം നമുക്കിത് +1 ഒരു എക്സാമേ കഴിഞ്ഞിട്ട് നമുക്ക് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. സോ അതിനാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചാൽ നമുക്കത് അവിടെ പരിഹരിക്കാം, തീർച്ചയായും പരിഹരിക്കാവുന്നതാണ്. നമുക്ക് കൃത്യമായ ആൻസർ കീ ഡിസ്കഷനിലോട്ട് കടക്കാൻ പോവുകയാണ്. സോ മക്കളെ ലേറ്റ് ആക്കുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ലേറ്റ് ആക്കുന്നില്ല. 1 മാർക്കിന്റെ കാറ്റഗറിയെ പറ്റി എന്താണ് ജസിൽ സാറിന്റെ അഭിപ്രായം? 1 മാർക്കിനകത്ത് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ അവരെ കുഴപ്പിച്ചിട്ടുള്ളൂ, പക്ഷേ ആ ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും എന്നാലും 5 മാർക്ക് അവർക്ക് സിമ്പിൾ ആയിട്ട് തീർച്ചയായും. കാരണം ഈ പറഞ്ഞ 7 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യാവുന്നുള്ളൂ. സോ വളരെ സിമ്പിൾ ആയി നിങ്ങൾക്ക് 1 മാർക്കിൽ മുഴുവൻ മാർക്കും അടിച്ചെടുക്കാൻ സാധിക്കും. സോ ഒന്നാമത്തെ എന്ന് പറഞ്ഞു വെച്ചാൽ ഭൂമിയുടെ സെന്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഞാൻ കൃത്യമായി പഠിപ്പിച്ച ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അത് 0 ആണ്. വെയിറ്റ് കൂടി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യൻ വിത്ത് ഗ്രാഫ്, ഫസ്റ്റ് ടൈം ഗ്രാഫിന്റെ വിത്ത് ഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച കാര്യമാണ്. അത് ഇമ്പൾസ് ആണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ പെൻഡുലത്തിന്റെ ഇന്ന് രാവിലെ കൂടി ഐ തിങ്ക് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് പെൻഡുലത്തിന്റെ അതേ ക്വസ്റ്റ്യൻ, സെക്കൻഡ് പെൻഡുലം ആണ്, 2 സെക്കൻഡ് ടൈം പീരീഡ് ഉള്ള പെൻഡുലം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആണ്. അതിലും നിങ്ങൾക്ക് സംശയമില്ല. സോ ഈ പറയുന്ന ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചില കുട്ടികളെ കുഴപ്പിക്കും, ലൈവ് കാണാത്ത കുട്ടികൾ ഉറപ്പായും കുഴപ്പിക്കും. ഞാൻ ഇത് NCERT എക്സസൈസിൽ നിന്ന് ഒരു ചെകഞ്ഞെടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു ബോഡിയുടെ സെൻട്രൽ ഓഫ് മാസ് പുറത്താകുമോ ഇല്ലയോ എന്ന് പഠിപ്പിച്ചിട്ട് ഒരു ബനാനയുടെ ഒക്കെ പടമൊക്കെ വരച്ചിട്ട് ഈ ബനാനയുടെ സെൻട്രൽ മാസ് പുറത്താണെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് സെൻട്രൽ മാസ് പുറത്തുള്ള ബോഡിയാണ്, ബാങ്കിലാണ്. ബാങ്കിൽ വെച്ച് ബനാന പോലെ സോ ലൈവ് കൃത്യമായി കണ്ടൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം എളുപ്പത്തിൽ എന്തായാലും സെറ്റ് ആക്കാൻ വേണ്ടി സാധിക്കും. ആൻസർ ഈസ് ബാങ്കിൾ, നോ ഡൗട്ട്. അടുത്തത് ഇതേ ക്വസ്റ്റ്യൻ ഡിക്റ്റോ ജസീൽ സാർ എന്തായാലും പഠിപ്പിച്ചിട്ടുണ്ടാവും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് ട്രൂ ആണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ, സെയിം ഫോർമുല. ഇത് ഡയറക്റ്റ് സെയിം ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെറിവേഷൻ, 3 ഡെറിവേഷനകത്ത് ഈ ഫോർമുല ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചാണ് എല്ലാം ഡെറൈവ് ചെയ്യുന്നതും തന്നെ. ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, സ്ട്രെച്ചസിനകത്ത് ഇതേ ഇക്വേഷൻ ആണ്. ഫ്രീക്വൻസി എഫ് എന്നല്ല പഠിപ്പിച്ചത്, ന്യൂ എന്നാണ് പഠിപ്പിച്ചത്. വേറെ വ്യത്യാസം. ഫ്രീക്വൻസിന് നമുക്ക് എഫ് എന്നും പറയാം, ന്യൂ എന്നും പറയാം. സോ എഫ് ഈസ് ഈക്വൽ ടു v/λ അല്ലെങ്കിൽ ന്യൂ ഈക്വൽ ടു v/λ. സോ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ, ബനാനയുടെ ക്വസ്റ്റ്യൻ, ബനാനയല്ല, അതായത് നമ്മുടെ ബാങ്കിളുടെ ക്വസ്റ്റ്യൻ വിട്ടുകളാം. അത് പോയാലും 6 ക്വസ്റ്റ്യന് കൃത്യമായി ഉത്തരം പറയാൻ പറ്റില്ലേ? സോ 1 മാർക്കിന്റെ സെഗ്മെന്റ് അടിപൊളിയായിട്ട് സൈലത്തിന്റെ ലൈവ് കണ്ട കുട്ടിക്ക് ഒരു സംശയമില്ലാലോ, അതിന് മാർക്ക് മുഴുവനും അടിച്ചെടുക്കാൻ പറ്റില്ല, ഒരു ബുദ്ധിമുട്ടില്ലാലോ. സെക്കൻഡ് സെഗ്മെന്റിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. കമോൺ ഗൈസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. I = mr². ഒരു സംശയമില്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എന്തിനൊക്കെ ഡിപ്പെൻഡ്, മാസിനെയും ഡിസ്റ്റൻസിനെയും. രാവിലെ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ മാസ് ബൈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അല്ലെങ്കിൽ സിംപ്ലി ഇക്വേഷൻ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഉറപ്പായി ഇക്വേഷൻ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഒരു ടെൻഷനും വേണ്ട. സോ നമ്മൾ ലൈവിൽ അത്രയും അടിപൊളിയായി പഠിപ്പിച്ചെന്ന കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് 3 മാർക്കിനാണ്, ചോദിച്ചിരിക്കുന്നത് 2 മാർക്കിനാണ്. ആ ഒരു പ്രയാസമുണ്ട്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെയിറ്റേജിന് പല ഡെറിവേഷൻസും കാണാത്തൊരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സോ അത് നമ്മൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം കൂടുതലാണ്, പക്ഷെ മാർക്ക് നമുക്ക് കിട്ടുന്നത് തീർത്തും കുറവാണ്. സോ ആ ഒരു പ്രയാസം ഉണ്ടാവും. പക്ഷെ ലൈവിൽ എണ്ണി പഠിപ്പിച്ച 2 മാർക്കിന്റെ ചോദ്യമാണ്, അടിപൊളിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറി നിങ്ങൾ ശ്രദ്ധിക്കുക.
8 മുതൽ 14 വരെയുള്ള ചോദ്യം, അതായത് 8, 9, 10, 11, 12, 13, 14 7 5 ഉത്തരം എഴുതിയാൽ മതി. അവിടെയും നിങ്ങൾക്ക് കുറച്ചുകൂടി ഓപ്ഷണൽ ആണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം എഴുതാം, രണ്ടാമത്തെ എഴുതാം, സംശയമില്ല. മൂന്നാമത്തെ നോക്കടാ, എന്താണ് മീൻ ഫ്രീ പാത്ത്? ഡയറക്റ്റ് പഠിപ്പിച്ചു. തീർച്ചയായും 3 നമുക്ക് ഉത്തരം എഴുതാം, ഒരു പ്രശ്നമില്ല. അടുത്തത് ഇതായിരിക്കും ചിലപ്പോൾ കുറച്ച് മക്കളെ കൺഫ്യൂസ് ചെയ്യാം. സോ ഇത് നിങ്ങൾ സപ്പോസ് ലീവ് ചെയ്തു എന്ന് വെച്ചോ, നിങ്ങൾ ഇത് വിട്ടു, നിങ്ങൾക്ക് ഇത് അറിയില്ല, ആൻസർ പറയാം. തീർച്ചയായും ഇതിന് ആൻസർ വലിയ പ്രയാസമുള്ള ആൻസർ അല്ല എങ്കിലും സർഫേസ് ടെൻഷൻ, ന്യൂട്ടൺ പെർ മീറ്റർ നമ്മൾ പഠിച്ച അതിന്റെ ഫോർമുല, അതിന്റെ ഡയമെൻഷൻ എല്ലാം പഠിപ്പിച്ചതാണ്. തീർച്ചയായും അല്ലേ? യെസ്. സർഫേസ് എനർജി പലർക്കും ചെറിയൊരു സംശയം, അത് വിട്ട് അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് വിട്ടേക്ക്. പ്രഷർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫോഴ്സ് ബൈ ഏരിയ, സോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. സോ ബാക്കിയുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? ജൂൾ പെർ മീറ്റർ സ്ക്വയർ. മാർക്ക് ചെയ്യാം. എൻസിആർടി അക്കോർഡിംഗ് ടു എൻസിആർടി ടെക്സ്റ്റ് ബുക്ക് ഈ ക്വസ്റ്റിന് ചെറിയൊരു കുഴപ്പമുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്, കാരണം കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. എൻസിആർടി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഇത് ആക്ച്വലി അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ജൂൾ പെർ മീറ്റർ സ്ക്വയർ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ളവയുടെ യൂണിറ്റ് അറിയുന്നതിനാൽ തന്നെ ഇതിന്റെ എഴുതാം. റൈറ്റ്. അപ്പൊ ഇതൊന്ന് മാർക്ക് അടിച്ചെടുക്കാൻ ഒരു പ്രയാസം ഇല്ലാത്ത കാര്യമാണ്. എങ്കിലും കുറച്ച് മക്കൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് വിട്ടേക്ക്, വേണ്ട, ഒരു ക്വസ്റ്റ്യൻ അല്ലേ, വിട്ടേക്ക്, കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഹീറ്റ് എഞ്ചിൻ. ഇത് പലർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. പക്ഷെ സൈലത്തിന്റെ ലൈവ് കണ്ട ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ, 12 അവേഴ്സിന്റെ ലൈവ് കണ്ട കുട്ടിയാണ് നിങ്ങളെങ്കിൽ, ഇത് അണ്ണൻ പഠിപ്പിച്ചു തന്ന ചോദ്യമാണ്, ഇത് ഞാൻ പഠിപ്പിച്ചു തന്ന ചോദ്യമാണ്. ഏത് പഠിപ്പിക്കുമ്പോഴാണ്? യെസ്, കാർനോട്ട് എഞ്ചിൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇത് കൃത്യമായി പഠിപ്പിച്ചു. ഹീറ്റ് എഞ്ചിനും അതിന്റെ ബ്ലോക്ക് ഡയഗ്രാമും കോൾഡ് റിസർവോയറും ഹോട്ട് റിസർവോയറും കാര്യങ്ങളും എല്ലാം അന്തസ്സായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ആ ക്വസ്റ്റ്യൻ വിട്ട് കഴിഞ്ഞാൽ ശരി, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എഴുതാം. ഇത് നമ്മൾ ഒരിക്കലും ഉറപ്പായും ലൈവ് കണ്ട ഒരു കുട്ടി വിട്ട് കളയില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. നമുക്ക് സിലബസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. അടുത്തത് എന്തായാലും സ്പീഡ് എഴുതിയിലേക്ക് എസ്കേ സ്പീഡ് എന്താണെന്ന് അറിയാം, അതുപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റി, അതിന്റെ ഡെറിവേഷൻ നമ്മൾ പഠിപ്പിച്ചാണ്. സോ അതിനകത്ത് ഒരു പ്രയാസവും നിങ്ങൾക്ക് വരാനില്ല. തീർച്ചയായും മുഴുവൻ അല്ല, അത് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. യെസ്, പവർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ്. ഈ എനർജി കൺവേർഷനും നമുക്ക് ഏറ്റവും ഫെമിലിയർ ആണ്. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ് കിലോ വാട്ടിനെ വാട്ടിലോട്ട് മാറ്റാൻ വേണ്ടി 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഹവറിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. 60 × 60 മതി, 3600. ഓറൽസ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. സിമ്പിൾ ആയി തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യമാണ്, വലിയ പ്രയാസമില്ലാത്ത ക്വസ്റ്റൻ ആണ്. റൈറ്റ്. സോ ആ 2 മാർക്കിന്റെ കാറ്റഗറിയും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. സൈലത്തിന്റെ ലൈവ് കണ്ട ഒരു കുട്ടിക്ക് നിസ്സാരമായിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന 2 സെഗ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 3rd സെഗ്മെന്റിലോട്ട് കടക്കുന്നു. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ്, ഈ ഡെഫിനിഷൻ ആണ്. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്? എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്ത് ആൻസർ എഴുതി വെച്ചാലും ഒരു പക്ഷേ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതായത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. കാരണം ആ സ്റ്റാൻഡേർഡ് വാല്യൂന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാ മെഷർമെന്റുകളും ചെയ്യുന്നത്. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. സോ അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഫർദർ മെഷർമെന്റുകൾ എല്ലാം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് വാല്യൂ യൂസ്ഡ് ഫോർ മെഷർമെന്റ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഉറപ്പായിട്ടും നിങ്ങൾ അതിന് നിങ്ങളുടെ ഒരു ഐഡിയയിൽ യൂണിറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ബി ക്വസ്റ്റിനെ പറ്റി ഞാൻ പറയുന്നില്ല, ഡയറക്റ്റ് ആണ് ഇതേ ചോദ്യം, വാല്യൂ പോലും മാറാതെ സെയിം ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാണ്. റൈറ്റ്. യെസ്, അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതായത് അതിലൂന്നിയുള്ള നിങ്ങളുടെ ഉത്തരത്തിന് മാർക്ക് കിട്ടും, ടെൻഷൻ വേണ്ട. അടുത്തത് ഡിഫൈൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഡയറക്റ്റ് യൂണിറ്റ്, ഡയമെൻഷൻ, ഇലാസ്റ്റോമർ എക്സാമ്പിൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം പഠിപ്പിച്ചാണ്. യെസ്, ഇവിടെ ഡയമെൻഷനെ പറ്റി നിങ്ങൾ ബോധം ചെയ്യേണ്ട. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ ഞാൻ യങ്സ് മോഡുലസിന്റെ ഡയമെൻഷൻ പഠിപ്പിച്ചു, അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലൂടെ കിടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംശയമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സ്വന്തം ക്ലോസ്ഡ് പൈപ്പ് ഓറിയന്റഡ് ആയ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത് അന്തസായി ലൈവിൽ പഠിപ്പിച്ചാണ്, ലൈവ് കൊണ്ട് ഒരു കുട്ടിക്ക് അടിച്ചെടുക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ചെറിയൊരു ബുദ്ധിമുട്ട്, അതും ഞാൻ പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ വള്ളിക്കോ ജസീലാണ് വരുന്നത്. ഞാൻ ആൻസർ കിട്ടിയത് അണ്ണൻ പഠിപ്പിച്ച ചാപ്റ്റർ നോക്കിയാൽ പണി തന്നെയാണല്ലോ. അതിനാണ് പൊതുവെ വള്ളി ക്വസ്റ്റ്യൻസ് വരാത്ത ചാപ്റ്റേഴ്സ്. ഇതിൽ വള്ളി ക്വസ്റ്റ്യൻ വന്നിരിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒരു വള്ളി ആയിരിക്കില്ല, കാരണം ഇത് കെമിസ്ട്രി അറിയാവുന്നതിൽ അത്രയും ഡെപ്തിൽ ഇത് പഠിച്ച കാര്യം പറ്റില്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റം തുറന്നിരിക്കുന്നു, എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും. ക്ലോസ്ഡ് ആണെങ്കിൽ എനർജി ലൈക്ക് ഏറ്റവും ബേസിക് ആയി നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഈസി ആയി തന്നെ പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ നമുക്ക് ഒരു സംശയമില്ല, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എഴുതുക. അതിന്റെ എക്സ്പ്രഷൻ എഴുതിയാൽ തന്നെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. ടോട്ടൽ എനർജി എന്താണ്, സെയിം ആയിരിക്കും. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഹീറ്റ് എന്തിന് ഇക്വലന്റ് ആണ്, ഇന്റേണൽ എനർജിക്കും വർക്കിനും ഇക്വലന്റ് ആണ്. സോ അതിനാൽ തന്നെ ടോട്ടൽ എനർജി കൺസർവ്ഡ് ആണെന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ആ ഇക്വേഷൻ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും, ടെൻഷൻ വേണ്ട. അടുത്തതിലൂടെ നടക്കുന്നു മക്കളെ. ഇതും സിമ്പിൾ ആയ ക്വസ്റ്റൻ ആണ്, ഒരു പ്രയാസവും ഇല്ലാത്ത ക്വസ്റ്റൻ. അതായത് ഒന്നുമില്ലടാ, ഇത് വെക്ടർ പ്രൊഡക്റ്റ് ജസീലാണ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അതായത് A ക്രോസ് B എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? AB sin തീറ്റയാണ്. AB sin θ into n cap. അതായത് ഡയറക്ഷൻ n cap ഇട്ടില്ലെങ്കിലും ഇവർക്ക് മാർക്ക് കിട്ടും, ഒരു പ്രശ്നമില്ല, മാർക്ക് കിട്ടും. മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ AB sin θ എന്ന് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. റിസൾട്ടന്റിന്റെ ഫോർമുല അറിയാലോ, R = √A² + B² +
2ab cos തീറ്റ ഡയറക്റ്റ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ നമുക്ക് നൽകിയിട്ടുണ്ട്, ബി നൽകിയിട്ടുണ്ട്, ആംഗിൾ നൽകിയിട്ടുണ്ട്. ഇതേ ഫോമിൽ പഠിപ്പിച്ചു. ഇതേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സെറ്റ് അല്ലേ? അടുത്തിലൂടെ നടക്കാം മക്കളെ. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കൺസർവേറ്റീവ്. അടിപൊളിയായിട്ട് രാവിലെയും കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. കൺസർവേറ്റീവ് നോൺ കൺസർവേറ്റീവ് വിത്ത് ആൻ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും സെറ്റ് അല്ലേ? അടിപൊളിയായ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ അതിനേക്കാൾ അടിപൊളി ക്വസ്റ്റ്യൻ. ഇതേ ഡിക്റ്റോ ക്വസ്റ്റ്യൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ എപ്പോഴും കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. അടിപൊളിയായിട്ടാണ് നമുക്ക് മാർക്ക് അടിച്ചെടുക്കാൻ സാധിക്കുന്ന ചോദ്യമാണ്. എല്ലാവരും അപ്പൊ ഈ ഒരു 3 മാർക്കിന്റെ കാറ്റഗറി വരുവാണെങ്കിൽ 4 ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ അടിച്ചെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരു പ്രയാസവും ഇല്ലാതെ 3 മാർക്കും നമ്മുടെ കൈവശം സേഫ്. 5 ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. ഇടക്കത്തെ 2 ക്വസ്റ്റ്യൻ 1 മാർക്ക്, അതായത് യൂണിറ്റ് എന്താണ്, അതുപോലെ തന്നെ ഓപ്പൺ സിസ്റ്റം ക്ലോസ് സിസ്റ്റം, അതിൽ മാത്രം ചെറിയൊരു പ്രയാസം വേണമെങ്കിൽ വരാം. പക്ഷെ അത് നിങ്ങൾ കൃത്യമായ ഒരു കോൺസെപ്റ്റ് അറിയുന്ന കുട്ടി ഒന്ന് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. വലിയ പ്രയാസം ഒരു കുട്ടിക്ക് ഇനി സൈലത്തിൽ ലൈവ് വേണ്ട ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യൂ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് എന്നാലും അതിന് മാർക്ക് കിട്ടും. ഒരു പ്രയാസമില്ല. അതും ഈസി ആയിട്ട് തന്നെ മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഒരു പ്രയാസം ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ്, ഫുൾ മാർക്ക് അടിച്ചിരിക്കുന്നു. തീർച്ചയായും അടുത്ത കാറ്റഗറിയിലോട്ട് തുടങ്ങി. ഇവിടെയാണ് ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പ്രയാസം വരിക. ഒന്നാമത്തെ ഹീറ്റും ടെമ്പറേച്ചറും ബുദ്ധിമുട്ടൊന്നുമില്ല. ഹീറ്റ് ഒരു എനർജിയാണ്. അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ബോഡിയുടെ ഹോട്ട്നെസ് ആണ്, മെഷർ ഓഫ് ഹോട്ട്നെസ് ആണ്. ഇതൊക്കെ ബേസിക് ആയ കാര്യങ്ങളാണ്, അറിയുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. റൈറ്റ്, അടുത്തത് നെക്സ്റ്റ് വൺ ആണ്. പല മക്കൾക്കും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരിക. പക്ഷേ ഇതിന്റെ മറ്റൊരു വേരിയന്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. എന്താണ് ആ വേരിയന്റ്? ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും സെയിം ന്യൂമറിക്കൽ വാല്യൂ വരുന്ന ടെമ്പറേച്ചർ ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ഓർമ്മയുണ്ടാ? അതേ ഈ ഇക്വേഷൻ അറിയാവുന്ന ഒരാൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. തീർച്ചയായും ഈ ഇക്വേഷൻ ഞാൻ മണി പോലെ പഠിപ്പിച്ചു. ഇതിന്റെ മറ്റൊരു വേരിയന്റ് ഓഫ് ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അങ്ങ് പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല, ഇക്വേഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നില്ല. എങ്കിലും എന്റെ മക്കൾക്ക് ഒരു ടെൻഷനും വരില്ല. കാരണം ഈ പറയുന്ന സെൽഷ്യസിനും ഫാരൻഹീറ്റിനും സെയിം ന്യൂമറിക്കൽ വാല്യൂ വരുന്നത് ഏത് ടെമ്പറേച്ചറിലാണ് എന്ന കാര്യം കൃത്യമായി അവർ പഠിപ്പിച്ചു. അതായത് ഇതേപോലെ റിലേഷൻ ആണ്. പക്ഷെ കുഞ്ഞു വ്യത്യാസം. ഇവിടെയുള്ള റിലേഷൻ എന്താണ്? ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ സെൽഷ്യസിന്റെ പകുതിയാണെന്ന് അവർ പറയും. നോക്കടാ, ഫാരൻഹീറ്റ് സ്കെയിൽ റീഡിംഗ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ സെൽഷ്യസ് സ്കെയിൽ റീഡിംഗ്. സോ ഈ പറയുന്ന എഫിന് പകരം C/2 കൊടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് നമുക്ക് സി കണ്ടുപിടിക്കാൻ സാധിക്കും. സി കണ്ടുപിടിച്ചു. സി എത്രയാ കിട്ടിയത്? സി എന്ന് പറഞ്ഞാൽ -24.61 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന്റെ പകുതിയാണ് എഫ് എന്ന് പറയുന്നത്. സോ അതിനാൽ തന്നെ എഫ് എത്രയാണ്? C/2. ഇതാണ് കണ്ടീഷൻ, വേറെ ഒന്നുമില്ലടാ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട. സി നമുക്ക് കിട്ടും. സിന്റെ പകുതിയാണ് ഫാരൻഹീറ്റ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ഇവിടെ ഒരു പ്രയാസവും നിങ്ങൾക്കില്ല. സിംപ്ലിഫിക്കേഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ തീർച്ചയായും ഈ ഒരു ക്വസ്റ്റ്യൻ സപ്പോസ് പാടാന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ പറയുന്ന ഫോർമുല എഴുതി ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ഒരു വാല്യൂ ഇട്ട് വന്നാൽ നിങ്ങൾക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷന് പകുതി മാർക്ക് കിട്ടും. 1.5 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഒരു ടെൻഷനും വേണ്ട. കാരണം എല്ലാവർക്കും ഈ കണക്ക് ഇതുപോലെ ചെയ്യാം. യെസ്, ഇതുപോലെ എല്ലാവർക്കും കണക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടണമെന്നില്ല. അതിന്റെ പ്രയാസം ഉണ്ടാവും. പകുതി മാർക്കോളം നിങ്ങൾക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻ പോയെന്ന് വെക്കണം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടിച്ചെടുക്കാം. പാടാ മക്കളെ. കാരണം ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡ് ലോ, F = ma. സോ 1 ന്യൂട്ടൺ ആണ് പറഞ്ഞിരിക്കുന്നത്. എഫ് എപ്പോഴാ മക്കളെ 1 ആവുക? മാസ് 1 ആക്സലറേഷൻ 1 ആവുമ്പോഴാണ് ഫോഴ്സ് 1 ന്യൂട്ടൺ ആവുക. ഒരു പ്രയാസവും ഇല്ലടാ, ഒരു പ്രയാസവും. വേറെ രീതിയിലും പറയാം. പക്ഷെ ഏറ്റവും അവർക്ക് എളുപ്പം ഇതല്ലേ? ഇതിങ്ങനെ പറഞ്ഞു. അടുത്തത് മക്കളെ, അടുത്തത് ഒരു പ്രയാസവും ഇല്ല. കുട്ടി ആക്സിലറേറ്റഡ് ആയിട്ട് മുകളിലോട്ട് പോകുന്നു. ആക്സിലറേഷൻ 2g ആണ്. ആരാണ് ലിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ സിലബസ് എടുത്ത് പറഞ്ഞു കളഞ്ഞു? അവനെ വിളിച്ചോണ്ടാ ഞാൻ പഠിപ്പിക്കുന്നു. ഇതുണ്ട് ഉണ്ട് എന്ന് പല കുറി പറഞ്ഞു പഠിപ്പിച്ചല്ലേ. ഇവിടെ ആക്സിലറേഷൻ എന്താണ്? 2g ആണെന്ന് പറഞ്ഞു. m × g+a. എക്ക് പകരം 2g കൊടുത്തു. സോ m × 3g. കഴിഞ്ഞില്ലേ? എന്ത് പ്രയാസമാണ് അതിനകത്തുള്ളത്? ഇതും നമുക്ക് ഫുൾ മാർക്ക് നിസ്സാരമായി അടിച്ചെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. എന്താണ് SHM പഠിപ്പിച്ചാണ്. അതുപോലെ തന്നെ എനർജിയുടെ ഗ്രാഫ് വരയ്ക്കാൻ പഠിപ്പിച്ചു. ചട്ടി കമത്തി വെച്ച ഗ്രാഫ് പഠിപ്പിച്ചു. ഓർമ്മേണ്ടതാ? രാവിലെ ചട്ടി കമത്തി വെച്ച ഗ്രാഫ് ഞാൻ പഠിപ്പിച്ചാണ്. അടുത്തത് ഇത് ഒരു പ്രയാസമില്ലാത്ത ചോദ്യമാണ്. നോക്കണം, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുള്ള കാര്യം ഞാൻ ആ SHM കണ്ടീഷൻ പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പഠിപ്പിച്ചു. നോക്കടാ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 2 അല്ലടാ. തീർച്ചയായും 2 അല്ലടാ, 2 സെന്റിമീറ്റർ എഴുതി. അടുത്ത എന്താണ്? ഫ്രീക്വൻസി. എന്ന് വെച്ചാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ര റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് എന്ന് പറയാം. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളിന് എടുക്കുന്ന സമയം 1 സെക്കൻഡ് ആണ്. സോ 1/1. അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. ഇവിടെ നോക്കണേ, എത്ര സൈക്കിൾസ് ഉണ്ട്? ഒരേ ഒരു സൈക്കിളേ ഉള്ളൂ ഒരു സെക്കൻഡിൽ. അങ്ങനെയും 1 ഹെർട്സ് എന്ന് പറയാം. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചിരിക്കല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ കണ്ട് ആരും ചിരിക്കല്ലേ. ഇത് ഇത് കണ്ടിട്ട് ചെയ്യാതെ പോയ കുട്ടികളാണ്. ഞാൻ ജസ്റ്റ് ഇത് +1 ക്വസ്റ്റ്യൻ പേപ്പറുള്ള ചോദ്യമാണോ ഇത്? കാരണം ഇത് കാണുമ്പോൾ പലർക്കും അയ്യോ എന്ന് വിചാരിക്കും. ഇതെന്നാണോ ആൻസർ? ഞാൻ ആൻസർ ഇതാണ് ഇത്ര എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഒരു കുട്ടി സ്കൂളിലോട്ട് 2 കിലോമീറ്റർ ഉണ്ട്, തിരിച്ചു വരാനും അതേ 2 കിലോമീറ്റർ ആണ്. കുട്ടി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്റ്റൻസ് ടോട്ടൽ പാത്ത് ലെങ്ത് 4 കിലോമീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ സെയിം ആണ്, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. സംശയം ഉണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. അവിടെ 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പോട്ടെ, നിങ്ങളെ കൺവേർഷൻ ക്വസ്റ്റ്യൻ ചെയ്തില്ലെന്നിരിക്കട്ടെ. തീർച്ചയായും കൺവേർഷൻ ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ബാക്കിയല്ലേ? 3 ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എന്ത് പ്രയാസമാണ് നിങ്ങൾക്ക് ഇതിനകത്തുള്ളത്. റൈറ്റ്. അടുത്തത് 5 മാർക്കിന്റെ കാറ്റഗറിയിലോട്ട് കിടക്കുന്നു. 5 മാർക്കിന്റെ കാറ്റഗറി. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു പ്രയാസവും നിങ്ങൾക്കില്ല. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന കാര്യം ഞാനത് ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ബോഡി ഭൂമിയുടെ സർഫേസിൽ ഫ്രീ ഫോൾ ചെയ്യുമ്പോൾ അത് പൊസസ് ചെയ്യുന്ന ആക്സിലറേഷൻ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അടുത്ത നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം G = gm/r². ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചിട്ട് 9.8 m/s² എഴുതാൻ ബുദ്ധിമുട്ടുണ്ടടാ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചിട്ട് ഉത്തരം എഴുതി. ഉത്തരം അറിയാലോടാ. സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ട്? ഒരു പ്രയാസവും ഇല്ല. അടുത്തത് C ക്വസ്റ്റ്യൻ. എടാ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഹൈറ്റ്, ഉയരം കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരിയേഷൻ പഠിപ്പിച്ചല്ലേ. മേ ബി ഇത് 1 മാർക്കിന് വെച്ചില്ലേ 9.8 മാർക്ക് കൊടുക്കും. തീർച്ചയായും 9.8 എഴുതിയ മാർക്ക് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് പോലും നിങ്ങൾക്ക് ചെയ്യണം, ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. C ക്വസ്റ്റ്യൻ പിന്നെ ഹൈറ്റിനനുസരിച്ചുള്ള വേരിയേഷൻ ആണ്, സെറ്റ് ആണ്. ഓക്കെ അല്ലേ? സോ ഈ പറയുന്ന 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവർക്ക് ഓക്കെ അല്ലേ? ഒരു പ്രയാസം. 5 മാർക്കിന് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം? 3 ക്വസ്റ്റ്യൻ വേണം. ഒരു ക്വസ്റ്റ്യൻ സെറ്റ്. ഇനി 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയേ. അതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ പ്രൊജക്ടൈൽ മോഷൻ. സിമ്പിൾ ആണ് എല്ലാവർക്കും. ഇതിനകത്ത് ഗ്രാഫിൽ പ്രയാസം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഒരു പ്രയാസവും ഇല്ല. ആ കോൺസെപ്റ്റ് ഞാൻ കൃത്യമായി പഠിപ്പിച്ചെന്ന കാര്യമാണ്. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെലോസിറ്റി ത്രൂ ഔട്ട് ദ മോഷൻ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെലോസിറ്റി സെയിം ആണെന്ന് പഠിപ്പിച്ചില്ലേ? സോ നോക്കടാ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെലോസിറ്റി ഡയറക്ഷൻ ഒരു മാറ്റമില്ല, ത്രൂ ഔട്ട് സെയിം ആണ്. മുകളിലോട്ട് പോകുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് വെലോസിറ്റി ഇതാ മുകളിലോട്ടാണ്. ഈ പിക്മോസ് പോയിന്റിൽ അത് 0 ആണ്. പിന്നീട് അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് വെലോസിറ്റി എന്താണ്? ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. ഇത് അറിയുന്ന കാര്യമാണ്. എന്ത് ബുദ്ധിമുട്ടാണ് അതിനകത്തുള്ളത്. സപ്പോസ് നിങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് വിചാരിക്കാം. സപ്പോസ് നിങ്ങൾക്ക് ഇത് അറിയില്ല, ശരി പോട്ടെ, ഓക്കെ. ഇത് അറിയാതിരിക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ കോൺസെപ്റ്റ് നിങ്ങളിലോട്ട് എത്തിച്ചാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അടുത്ത ടൈം ഓഫ് ഫ്ലൈറ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രയാസമില്ല. അടുത്ത ക്വസ്റ്റ്യനിലൂടെ ഇറങ്ങാലോ. ഈ ക്വസ്റ്റ്യൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഫോർമുല അറിയുന്ന ഒരു കുട്ടിക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? തീർച്ചയായും. എന്താണ് കാപ്പിലറി റൈസ്? കാപ്പിലറി റൈസിന്റെ ഡെറിവേഷൻ ചെയ്യണം. ചെയ്യാൻ പറ്റില്ലേ? ഇതിനകത്ത് ഞാനന്ന് പറഞ്ഞായിരുന്നു, ഒന്നെങ്കിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കാപ്പിലറി റൈസ്. രണ്ടും കൂടെ ചോദിക്കത്തില്ലല്ലോ. തീർച്ചയായും. കാപ്പിലറി റൈസിന്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ പല കുട്ടികളുടെയും കിളി പറഞ്ഞു. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല, കാരണം ക്വസ്റ്റ്യന്റെ വലുപ്പം അത് വായിച്ചെടുക്കാൻ തന്നെ എനിക്കൊരു 2 മിനിറ്റ് സമയം എടുത്തു. ശരിയല്ലേ? നമ്മൾ ഇത് ക്വസ്റ്റ്യൻ വായിച്ചെടുത്തിനകത്തുള്ള ഗിവൺ ഡാറ്റ എഴുതി വെക്കാൻ കോമഡി എന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുട്ടികൾ ഓടും, അയ്യോ എന്റെ പൊന്നോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കും. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് മുകളിൽ വെച്ചിരിക്കുകയാണ്. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ആംഗിൾ ഉണ്ട്, റേഡിയസ് ഉണ്ട്, സർഫസ് ടെൻഷൻ ഉണ്ട്, ജിയുടെ വാല്യൂ നമുക്കറിയാം, എല്ലാം ഉണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു പ്രയാസമില്ലാത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് മാർക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഇത് നിങ്ങൾ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. കഴിഞ്ഞ് മെഴുകു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അത് ഈ 5 മാർക്കിന്റെ കാറ്റഗറി മാത്രമാണ്. 3 ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അതായത് ചിലപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ. ഇപ്പൊ എന്റെ ഒരു സിസ്റ്റർ ഉണ്ട്, അവളുടെ സ്ഥിരം പരിപാടി അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്തു. കാരണം ഏതിലാ മാർക്ക് കിട്ടാം, ചിലപ്പോൾ തെറ്റിപ്പോ സാധ്യത. അഡീഷണൽ ക്വസ്റ്റ്യൻസ് അറിയാം. പലരും അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹുക്സ് ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എനർജി ഓഫ് സ്റ്റോർഡ് സ്പ്രിംഗ് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹുക്സ് ലോ ഇലാസ്റ്റിസിറ്റി ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കൊടുത്തതാണ്. കാരണം ഹുക്സ് ലോ ചോദിക്കുമ്പോൾ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി അതെഴുതും. സ്പ്രിംഗിന്റെ കേസിൽ ഞാൻ ഇത് സെപ്പറേറ്റ് പറഞ്ഞു കൊടുത്തു. വർക്ക് എനർജിയിൽ നിങ്ങൾ കൃത്യമായി ഇതേപോലെ തന്നെ. സപ്പോസ് കുട്ടി സോളിഡ്സിലെ ഹുക്സ് ലോ എഴുതി വെച്ച് എന്ത് ചെയ്യും? അത് വിഷയമാണ്. അത് നമുക്ക് അതൊരു കമ്പയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ചിലപ്പോൾ ചിലർ വിചാരിക്കും സാർ ഹുക്സ് ലോ എഴുതിയ ചിലപ്പോൾ മാർക്ക് ചിലപ്പോഴേ മാർക്ക് കിട്ടും. സോളിഡ്സിലെ ഹുക്സ് ലോ എഴുതി കഴിഞ്ഞു ചേട്ടാ. മറ്റേ സിമ്പിൾ ആണ് ഹുക്സ് ലോ വെച്ചാൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. അല്ലെങ്കിൽ അവര് മറ്റേ സിമ്പിൾ ഹാർമോണിക് മോഷനിലും അതേ കണ്ടീഷൻ വരുന്നുണ്ട്. എഫ് ഈസ് പ്രൊപ്പോർഷണൽ എക്സ്. തീർച്ചയായും. സോ മക്കളെ, ഇവിടെ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലളിതമാണ്, പക്ഷെ ചില മക്കൾക്ക് അതിന്റെ ഉത്തരം കിട്ടണമെന്നില്ല. അവിടെ നമുക്ക് വർക്കാ കണ്ടുപിടിക്കേണ്ടത്. ബി ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഡെറിവേഷൻ ആണ്. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില മക്കളെ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടാവാം. അതാണ് പലരെയും ചിലപ്പോൾ കുഴപ്പിച്ചിട്ടുണ്ടായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. റൈറ്റ്. അതായത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കിവിടെ വർക്ക് കണ്ടുപിടിക്കണം. വർക്ക് എന്ന് പറഞ്ഞ എനർജി തന്നെയാണ്. സംശയമില്ല, വർക്ക് എന്ന് പറഞ്ഞ എനർജി തന്നെയാണ്. വർക്കാണ് എനർജി ആയിട്ട് മാറുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വർക്കാണ് എനർജി ആയിട്ട് മാറുന്നത്. സോ വർക്ക് എന്ന് പറഞ്ഞ എനർജിയുടെ ഹാഫ് kx² ആണ്. കെ കണ്ടുപിടിക്കണം. കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് നൽകിയിരിക്കുന്നത്. കെ കെട്ടി കെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫോഴ്സിന് മാസേ ഉള്ളൂ. അപ്പൊ നമുക്ക് mg ഫോഴ്സിന് പകരം mg കൊടുക്കാം. F = mg ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആൻസർ കിട്ടി, W കിട്ടി. ഇതാണ് അവിടെയുള്ള വർക്ക്. ഈ ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിലും
അവർക്ക് 3 ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയും. തീർച്ചയായും ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും നഷ്ടപ്പെട്ട 1 മാർക്കൊക്കെയാണ് നഷ്ടപ്പെടുക, അതിലൊരു പ്രയാസമില്ല. പക്ഷേ ഇതൊരിക്കലും ഒരു സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. ഇതൊരു എബോ ആവറേജ് വളരെ ഈസി ആയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് ആയ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. പക്ഷെ സൈലത്തിന്റെ ലൈവ് ക്ലാസ് കണ്ട കുട്ടി ഒരിക്കലും ഇത് മുഴുവൻ പ്രയാസമായ ക്വസ്റ്റ്യൻസ് വാങ്ങിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് കുഴപ്പിക്കാറുണ്ട്. തീർച്ചയായും. അതായത് ഇതിലൊരു 2-3 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കുട്ടിയെ ചിലപ്പോൾ പ്രയാസം, അത് 3 മാർക്കാ ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഒരു 60 മാർക്ക് ക്വസ്റ്റ്യൻ ഒരു 58 മാർക്കൊക്കെ നിസ്സാരമായിട്ട്, അല്ലെങ്കിൽ 59 മാർക്ക് ഉറപ്പിക്കാം. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കാണ് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. A+ ഒക്കെ ഈസി ആയിട്ട് കൃത്യമായി ലൈവ് ക്ലാസ് കണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചൊരു കുട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടില്ലായിട്ട് കിട്ടും. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആത്മാർത്ഥമായിട്ട് അറിയിക്കുക. നമ്മുടെ ലൈവ് ക്ലാസ് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്ന കാര്യം കൂടി അറിയിക്കുക. ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് അറിയാം എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് നല്ല മാർക്ക് നേടിത്തരണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടി ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടത്. സോ അതിനൊരു ഫലമുണ്ടായി, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പല മക്കളും പരീക്ഷ ടഫാണെന്ന് പറയുമ്പോൾ സൈലത്തിന്റെ മക്കൾ സാർ ലൈവ് ക്ലാസ് കണ്ടുകൊണ്ട് നല്ല രീതിയിൽ തന്നെ എഴുതാൻ സാധിച്ചു, പല ക്വസ്റ്റ്യൻസും ഗംഭീരമായി പ്രസന്റ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ആത്മാർത്ഥമായി കമന്റ് ചെയ്യുക. സോ ഗൈസ് ബൈ ബൈ, ടേക്ക് കെയർ, കാണാം.